ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗ്രോത്ത് മൈൻഡ് സെറ്റ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വീഡിയോയിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗ്രോത്ത് മൈൻഡ് സെറ്റിൻ്റെ പാർട്ട് 2 ചെയ്യാനാണ്. അപ്പോൾ പാർട്ട് 1 കാണാത്തവർക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പാർട്ട് 1ൻ്റെ വീഡിയോ. അപ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് കണ്ട ശേഷം മാത്രം ഇത് കാണാം കേട്ടോ. ഓക്കെ, അപ്പോഴാണ് എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം, ഒട്ടും സമയം കളയുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോയിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോൾ ആരും തന്നെ ജീവിതത്തിൽ സ്റ്റക്കായിട്ട് ഇപ്പോൾ ഇരിക്കുന്ന പോലെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നല്ല നല്ല ഉയരങ്ങളിലേക്ക് പറക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. നമ്മളിപ്പോഴും ഫ്ലൈ ചെയ്യാൻ വേണ്ടി ഉള്ള ആഗ്രഹിക്കുന്നവരാണ് എപ്പോഴും. ആരും നമ്മളിങ്ങനെ ഭൂമിയിൽ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരല്ല, എപ്പോഴും ഫ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പ്രത്യേകമായിട്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അല്ലാത്തവർക്കത് ഉപകാരപ്പെടുന്ന നിർബന്ധമില്ല. ഫ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്, അത് ഏത് പ്രായമായിക്കോട്ടെ, പ്രായം ഒരു വിഷയമുള്ള കാര്യമല്ല. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് മാത്രമാണ്, പ്രായം വരുന്ന നമ്പർ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് എക്സ്പാൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്കിത് കഴിയില്ല, ഞാനിതിൽ നല്ലതല്ല എന്നൊക്കെ പറയുന്നവരുണ്ടായിരിക്കും. അവർക്കൊരിക്കലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടില്ല. ഓക്കെ, എനിക്കിത് കഴിയും, ഞാനിത് നല്ലതാണെന്ന് വിചാരിക്കുന്നവർക്കാണ് ഈ വീഡിയോ ഉപകാരപ്പെടുള്ളൂ. ഇപ്പോൾ ഇത് കാണുന്നവർ ഞാൻ പറഞ്ഞ ആദ്യത്തെ കാറ്റഗറി, അതായത് എനിക്കിത് കഴിയില്ല, ഞാനിത് നല്ലതല്ല, ഞാനിതിൽ നല്ലതല്ല എന്ന് പറയുന്നവരാണെങ്കിൽ ഇന്നൊന്ന് മാറാൻ ശ്രമിക്കുക. ഇപ്പോൾ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മാറാൻ ശ്രമിക്കുക. ഓക്കെ, ഒട്ടും സമയം കളയാതെ. നമുക്ക് സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പിടിച്ചു നിർത്താൻ പറ്റാത്ത, നമുക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ എനിക്കിത് കഴിയില്ല, ഞാനിതിൽ നല്ലതല്ല, ഇതാണ് ഫിക്സഡ് മൈൻഡ് സെറ്റിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫിക്സ്ഡ് മൈൻഡ് സെറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനെക്കുറിച്ച് എല്ലാ വീഡിയോ ഇത് പറഞ്ഞിട്ടില്ല. നമുക്ക് അധികം ഫിക്സ്ഡ് മൈൻഡ് സെറ്റിലേക്ക് പോകേണ്ട കാര്യമില്ല. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. ഇപ്പോൾ ഈ ഫിക്സ്ഡ് മൈൻഡ് സെറ്റിലവർ എങ്ങനെ ചിന്തിക്കും, അപ്പം ചെറിയൊരു ഭാഗം കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ബാക്കിയുള്ള ഭാഗത്തിലേക്ക് പോകാം. ഇപ്പോൾ എനിക്ക് ഇത് പറ്റുന്നില്ല, പക്ഷെ ഞാൻ പഠിക്കും. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട്, അപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് എല്ലാം പെർഫെക്റ്റ് ആകാൻ നിർബന്ധമില്ല, പക്ഷെ പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കും. അതിനുവേണ്ടി കുറച്ചുകൂടി ഡീറ്റെയിലായിട്ട് പഠിക്കും ആ കാര്യത്തെ പറ്റിയിട്ട്. അതാണ് ഈ പറഞ്ഞ ഗ്രോത്ത് മൈൻഡ് സെറ്റിലോ ചിന്തിക്കുന്ന രീതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തെറ്റുകൾ എന്നെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഇതാണ് വലിയൊരു മാറ്റം. ഇതിനെപ്പറ്റി നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി നമ്മൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് വളർത്താൻ ചില മാർഗങ്ങളുണ്ട്. അതിലേക്ക് നോക്കുകയാണെങ്കിൽ, ഒന്നാമതാണ് ഫെയിലിയറിനെ പേടിക്കാതിരിക്കുക എന്ന് പറയുന്നത്. അതായത് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അവസരം മാത്രമാണ്. അതായത് നമ്മളെ പഠിപ്പിക്കാൻ, നമ്മളെ മെച്ചപ്പെടുത്താനുള്ള അവസരം മാത്രമാണ്. ഇപ്പോൾ ഒരുപാട് തവണ പരാജയപ്പെട്ട ഒരാൾ ഒരു തവണ വിജയിക്കുന്ന ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കും. അപ്പോൾ ആ ഒരു തവണത്തെ വിജയത്തിന് വേണ്ടിയിട്ടായിരിക്കും ആൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് മാസങ്ങളോളായിക്കോട്ടെ, വർഷങ്ങളോളായിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ. ഇത് നോക്കുകയാണെങ്കിൽ ചലഞ്ചസ് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. അതായത് ചലഞ്ചസ് ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ കഠിനമായ കാര്യങ്ങൾ തന്നെ നമ്മളെ വളർത്തുന്നു. അതായത് ഇപ്പോൾ എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ടായിരിക്കും, പക്ഷേ ആ കാര്യം ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന ബെനിഫിറ്റ് ചെറുതായിരിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില ചലഞ്ചസ് ഇപ്പോൾ നമ്മൾ ഒരുപാട് കാലം പഠിപ്പിക്കും, അത് ടഫായിരിക്കും. ടഫിനാണ് ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ടഫാവുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളത് ഗ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചലഞ്ചസ് ഏറ്റെടുക്കുക തന്നെ വേണം. അത് എത്ര വലുതായാലും ചെറുതായാലും അത് നമ്മൾ ഏറ്റെടുക്കുക തന്നെ വേണം. ഓക്കെ, അതുപോലെ തന്നെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് സ്ഥിരത പുലർത്തുക. അതായത് ദിവസവും ചെറിയ ചെറിയ ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ ജപ്പാനിലെ കൈസൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇതെന്ന് പറയുമ്പോൾ സ്ലോ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ആ സ്ലോ ഇമ്പ്രൂവ്മെൻറ്റ് ലോങ് ടൈം പർപ്പസാണ്. ആ ലോങ് ടൈം പർപ്പസിലൂടെ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. പതുക്കെ, അപ്പോൾ ഒരു ദിവസം നമുക്ക് ചെയ്യാൻ സാധിക്കുക കുറച്ച് കാര്യമായിരിക്കാം, പക്ഷെ നമ്മളതൊരു ആഴ്ചകളോളം ചെയ്യുമ്പോൾ, ആഴ്ചകളോളം ഒരു ദിവസം പോലും വിടാതെ, നമ്മൾ റെസ്റ്റില്ലാതെ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ അത് വർഷങ്ങളോളം ആകുമ്പോഴോ അത്രയും ഗ്രോത്ത് ഉണ്ടാവും, അല്ലേ?
അപ്പോൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സംഭവം, സ്ഥിരത എന്ന് പറയുന്ന സംഭവം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ട അത്യാവശ്യമുള്ള കാര്യമാണ്. ഇനിയാണ് പോസിറ്റീവ് സെൽഫ് ടോക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുക. അതായത് നോക്കുകയാണെങ്കിൽ കണ്ണാടിയിലോ അല്ലെങ്കിൽ നമ്മളോട് തന്നെയുള്ള മനസ്സിനോട് സംസാരിക്കുക, നമ്മളോട് സംസാരിക്കുക, നമ്മളെ കൊണ്ട് പറ്റുമെന്ന രീതിയിൽ നമ്മളങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. മിററിലോ അല്ലെങ്കിൽ മിറർ അല്ലാതെയോ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുന്ന മിററിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ സെൽഫ് ടോക്ക് നടത്തുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കഴിവുകൾ സ്ഥിരമല്ല. ഓക്കെ, നമ്മളെ പോയിൻറ്റ്സ് 4 അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളുടെ ഈ ടാലൻ്റ് ഒന്നും സ്ഥിരമല്ല, ടെമ്പററിയാണ്, പെർമനൻ്റ് അല്ല. ഓക്കെ, കാരണം ചിലപ്പോൾ നമുക്ക് അതിൻ്റെ അപ്ഗ്രേഡ് വേർഷൻ നമുക്ക് പഠിക്കുമ്പോൾ ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കഴിവ് സ്റ്റോപ്പ് ചെയ്ത് പോയേക്കാം. ഓക്കെ, അത് വളർത്താൻ കഴിയും നിങ്ങൾ വിശ്വസിച്ചാൽ. അതായത് നമുക്കതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ തന്നെ വിശ്വസിക്കാം. ഓക്കെ, ഒരിക്കലും മറ്റൊരു കാര്യത്തിൽ വിശ്വസിക്കരുത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഉയരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നെ തീരുമാനം എടുക്കാം. ഞാൻ വളരും, ഞാൻ പഠിക്കും, ഞാൻ വിജയിക്കും. 3 കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള വ്യക്തിയായിട്ട് മാറാം. അപ്പോൾ അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മളുടെ ചാനലിൻ്റെ വീഡിയോസിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കാം. ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇനിയും കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാർട്ടുകൾ ഇനിയും വരും. ഇപ്പോൾ ലെങ്തി ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകുന്നില്ല, ചെറിയ ചെറിയ പാർട്ടുകളാക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും എൻ്റെ കൂടെ ഉണ്ടാവാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള കണ്ടൻറ്റിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾ നല്ല ഗ്രോത്തിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ആ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും, എനിക്ക് എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായാൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല. നിങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, വ്യത്യസ്തമായിട്ടുള്ള കണ്ടൻറ്റുമായിട്ട് വീണ്ടും വരാം. സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ ഗ്രോത്ത് മൈൻഡ് സെറ്റ് മലയാളം. ഓക്കെ, താങ്ക് യു.